ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു. ഇനി അധികം ദിവസം ഒന്നും നമ്മുടെ മുന്നിലില്ല. വളരെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതുവരെ ചോദിച്ച രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നമ്മുടെ ചോദിച്ചിരുന്ന ചില ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ചില മാറ്റങ്ങൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് കൂടുതലായിട്ട് വന്ന് കാണുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പരീക്ഷ നമ്മൾ എഴുതാനായിട്ട് അതിനുള്ള അടുത്ത തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വളരെ കൃത്യമായി തന്നെ നമ്മൾ കണ്ടന്റ് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായി തന്നെ നോക്കണം. അത് മാത്രം മതിയാവോ? അല്ല, കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതിനായിട്ട് നമ്മൾ എന്തുകൂടി ചെയ്യണം? നമ്മൾ മാക്സിമം PYQ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ നോക്കി പോകണം. ഇങ്ങനെ PYQ ക്വസ്റ്റ്യൻസ് നോക്കി പോകുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുക എന്നുള്ളതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് അല്ലെങ്കിൽ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത് കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നോക്കി പോവുക എന്നുള്ള രീതി അല്ല നമ്മളിവിടെ ചെയ്യേണ്ടത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ മാക്സിമം നമ്മൾ PYQ ചെയ്തു പോകണം. എക്സാമുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകണം. പഠിച്ചു പോയാൽ മാത്രം കാര്യമില്ല, നമുക്ക് അത് കൃത്യമായി തന്നെ നിങ്ങൾ റിവിഷനും കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഓപ്ഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ 60 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ 60 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ ഓരോ ഡേയിലും ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഓരോ യൂണിറ്റിലും ഓരോ ഡേയ്സിലും ഏത് മൊഡ്യൂളാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് മെന്റേഴ്സ് തരുന്നതായിരിക്കും. ഇപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേ 1 നമ്മൾ യൂണിറ്റ് 1 മൊഡ്യൂൾ 1 അതിലെ ക്ലാസിക്കൽ ടാക്സോണമി, ദെൻ മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി, ഫൈലോജനറി, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഡേ 1 നോക്കേണ്ടത്. ഇനി ഡേ 2 വരുമ്പോഴേക്കും ഇതിൽ നമുക്ക് യൂണിറ്റ് 1 മൊഡ്യൂൾ 1 വരുന്ന സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്, ദെൻ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഓർ ബയോളജിക്കൽ നോമൻക്ലേച്ചർ, ദെൻ കൺസെപ്റ്റ് ഓഫ് സ്പീഷീസ് ആൻഡ് ഹെറാർക്കിയൽ ടാക്സ, ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇവിടെ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ഡേ 3 വരുമ്പോഴേക്കും നമുക്ക് യൂണിറ്റ് 1 അതിലെ മൊഡ്യൂൾ 1 ആണ് നോക്കാനുള്ളത്. ദെൻ ഡേ 4 വരുമ്പോഴേക്കും നമുക്ക് യൂണിറ്റ് 1 മൊഡ്യൂൾ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി ആൻഡ് സീലോം, ദെൻ മെറ്റാമറിസം, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ഡേ 4 ഇവിടെ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ ഈ ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ ഓരോ ടോപ്പിക്സും നമ്മൾ കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ ദിവസം പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോക്കി നിങ്ങൾ കൃത്യമായി നമ്മുടെ ആപ്പിൽ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം കൃത്യമായി നിങ്ങൾ കാണണം. ഡേ 8 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിവിഷൻ ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ഒരു എക്സാമിന് നമ്മൾ വിചാരിച്ച ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിപ്പം ഏതൊരു എക്സാം ആണെങ്കിലും നമുക്കറിയാം, പഠിച്ച് നമ്മൾ അത് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് അതിന്റെ കൃത്യമായി ആൻസർ ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ നമുക്ക് അതിന് എന്താവശ്യമാണ്? കൃത്യമായ റിവിഷൻ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ആ ഭാഗങ്ങളിൽ നിന്നുള്ള റിവിഷൻ ടെസ്റ്റുകൾ കൂടി നൽകുന്നുണ്ട്. ദെൻ ഡേ 10 ആവുമ്പോഴേക്കും നമ്മൾ യൂണിറ്റ് 1 മൊഡ്യൂൾ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ഇൻസെക്ട് പെസ്റ്റുകളും, പെസ്റ്റ് കൺട്രോൾ ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, ദെൻ സെറികൾച്ചർ, എപ്പികൾച്ചർ, ഇത്രയും ടോപ്പിക്സ് ഒക്കെയാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ ഡേ 11 വരുമ്പോഴേക്കും നമ്മൾ യൂണിറ്റ് 1 മൊഡ്യൂൾ 3 തന്നെയാണ്. അതിൽ ഫിഷറീസും, അക്വാകൾച്ചർ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷ് ഫാമിംഗ്, ഓർണമെന്റൽ ഫിഷസ്, അക്വാറിയം കീപ്പിംഗ്, ദെൻ ഫിഷിംഗ് ക്രാഫ്റ്റ് ആൻഡ് ഗിയേഴ്സ്, ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്കിവിടെ നോക്കുന്നത്. ഓക്കെ, ദെൻ ഡേ 12 വരുമ്പോഴേക്കും നമ്മൾ യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യും. യൂണിറ്റ് 2 മൊഡ്യൂൾ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 3 ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം ആ ഒരു മൊഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ദെൻ ഡേ 16 ആവുമ്പോഴേക്കും നമ്മൾ യൂണിറ്റ്
2 മൊഡ്യൂൾ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മൊഡ്യൂൾ 2 നമുക്കറിയാം എക്കോസിസ്റ്റത്തെ കുറിച്ചും ഫുഡ് ചെയിനിനെ കുറിച്ചും ഫുഡ് വെബിനെ കുറിച്ചും എക്കോളജിക്കൽ പിരമിഡ്സിനെ കുറിച്ചും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് റിവിഷൻ ടെസ്റ്റ് ആണ് വരുന്നത്. ഇവിടെ റിവിഷൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 19th ഡേ വരുമ്പോഴേക്കും നമുക്കതിൽ പഠിക്കാനുള്ളത് യൂണിറ്റ് 2 മൊഡ്യൂൾ 2 വരുന്ന ബയോജിയോകെമിക്കൽ സൈക്കിൾസ്, ദെൻ എക്കോളജിക്കൽ സക്സഷൻ പഠിക്കാനുണ്ട്, പോപ്പുലേഷൻ എക്കോളജി, ദെൻ കമ്മ്യൂണിറ്റി എക്കോളജി, ആനിമൽ ഇൻട്രാക്ഷൻസ്, പൊല്യൂഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു 3 ദിവസം എടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു യൂണിറ്റ് 2 മൊഡ്യൂൾ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് ഡേ 22 ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് 2 മൊഡ്യൂൾ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 2 ദിവസം കൊണ്ട് നമ്മൾ അത് കവർ ചെയ്യുന്നു. ദെൻ ഡേ 24 ആകുമ്പോഴേക്കും നമ്മൾ യൂണിറ്റ് 2 മൊഡ്യൂൾ 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിൽ നമുക്ക് മെയിനായിട്ട് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ്, ദെൻ കോംപ്ലക്സ് ബിഹേവിയർ, ഇത്രയും കാര്യമാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡേ 25th 26th നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 3 മൊഡ്യൂൾ 1 ആണ്. അതിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഫിസിയോളജിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് നമ്മളവിടെ നോക്കാനുള്ളത്. അതിൽ ന്യൂട്രീഷനും റെസ്പിറേഷനും ദെൻ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനും എക്സ്ക്രീഷനും കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിവിഷൻ ടെസ്റ്റ് ആണുള്ളത്. ദെൻ ഡേ 28 ആകുമ്പോഴേക്കും നമ്മൾ ഈ ഒരു യൂണിറ്റ് 3 മൊഡ്യൂൾ 1 അതിലെ മസിൽ ഫിസിയോളജി, ന്യൂറോ ഫിസിയോളജി, ദെൻ പിന്നീട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ അതിലെ എൻഡോക്രൈൻ സിസ്റ്റം, സെൻസ് ഓർഗാൻസും ഒക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫിസിയോളജി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഡേ 35th ആകുമ്പോഴേക്കും നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് നമുക്ക് റിവിഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. റിവിഷൻ ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് 37th ഡേ ആകുമ്പോഴേക്കും യൂണിറ്റ് 4 മൊഡ്യൂൾ 1 അവിടെ കംപ്ലീറ്റ് ആവുന്നു. ദെൻ അടുത്ത ഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് 4 മൊഡ്യൂൾ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് 3 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇവിടെ നമ്മൾ യൂണിറ്റ് 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ 45th ദിവസം ആകുമ്പോഴേക്കും നമ്മൾ അവിടെ ഒരു റിവിഷൻ ടെസ്റ്റ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നീട് 46th ഡേ ആകുമ്പോഴേക്കും യൂണിറ്റ് 5 മൊഡ്യൂൾ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മൊഡ്യൂൾ 2 മെയിനായിട്ട് നമുക്ക് ഹിസ്റ്ററി ആൻഡ് കൺസെപ്റ്റ് ഓഫ് ബയോടെക്നോളജി, ദെൻ വെക്ടേഴ്സ്, പ്ലാസ്മിഡ്സ്, ബാക്ടീരിയോഫേജ്, അതുപോലെ കോസ്മിഡ്സ്, ഷട്ടിൽ വെക്ടേഴ്സ്, ഈസ്റ്റ് വെക്ടേഴ്സ്, ദെൻ മിനി ക്രോമസോംസ്, ദെൻ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്, പ്രോബ്സ് ആൻഡ് മോളിക്കുലാർ മാർക്കേഴ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് കുറച്ചധികം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഭാഗങ്ങളാണ്. ദെൻ ഇവിടെ അടുത്ത ദിവസം നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് യൂണിറ്റ് 5 നമ്മുടെ 3 ദിവസത്തോടു കൂടി നമ്മൾ ഈ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു യൂണിറ്റ് 5 മൊഡ്യൂൾ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 49th ഡേ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് 5 മൊഡ്യൂൾ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് 2 ദിവസം കൊണ്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സെൽ ബയോളജിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിവിഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. ദെൻ പിന്നീട് നമ്മൾ യൂണിറ്റ് 6 മൊഡ്യൂൾ 2 പ്രോട്ടീൻ സിന്തസിസും അതുപോലെ തന്നെ സെൻട്രൽ ഡോഗ്മ, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റേഴ്സ്, റെപ്രസേഴ്സ്, RNA പോളിമറേസ്, ദെൻ ക്യാപ്പിംഗ്, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ, ഇത്രയും ടോപ്പിക്സ് ആണ് ഡേ 55th ഡേ ആകുമ്പോഴേക്കും നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ലാസ്റ്റ് 60th ദിവസം ആകുമ്പോഴേക്കും നമുക്കിതിൻ്റെ റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്കറിയാം, മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിലൂടെയൊക്കെ തന്നെ നമ്മൾ ലൈവ് സെഷൻസിലൂടെയും ഒക്കെ നമ്മൾ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഒരു ലൈവ് സെഷൻസിലൂടെയും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് PYQ ഡിസ്കഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നൽകുന്നത്. ടെസ്റ്റ് സീരീസ് നൽകുമ്പോഴും, അതായത് ഓരോ ഭാഗങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റുകൾ നൽകുമ്പോഴും ആ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം നമുക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ സെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കളക്ട് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ്
കാണുകയും അതിന്റെ ആൻസേഴ്സ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചു പോവുക എന്നുള്ള ഒരു കാര്യമല്ല നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് മേഖലകളിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണ്ടന്റ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോയ ഒരാൾക്ക് പോലും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ടോപ്പിക്സും നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു പോയവർക്ക് പോലും നമുക്ക് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു സംശയം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട MCQs മാക്സിമം ചെയ്യുക, അതുപോലെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തു പോവുക. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അടുത്ത HSST എക്സാമിന് മുന്നേ തന്നെ ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം തന്നെ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റ് അസ്ത്ര ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, 60 ഡേയ്സിൻ്റെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമായിരിക്കും. ക്ലാസ്സുകളെല്ലാം തന്നെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റിലൂടെ നൽകുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഏകദേശം 1640ഓളം സ്റ്റുഡൻസിനെ നമുക്ക് ഈ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതേ സ്ട്രാറ്റജിയുമായി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്